ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ വിഷ് ന്യൂ ബൈസ് ചാനൽ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ ആ ഒരു ബോർഡ് കണ്ടപ്പോൾ സഡനായിട്ട് വണ്ടി ഒന്ന് തിരിച്ച് നമ്മൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ പിഷാരഡീസ് റെസ്റ്റോറൻ്റ് ആണ്. പണ്ട് പാലക്കാടിൽ പിഷാരഡീസിൻ്റെ റെസ്റ്റോറൻറ്റ് പറയുന്നത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ബാക്ക് സൈഡിലായിരുന്നു. അവരുടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ ഈ ഒരു നൂർജഹാൻ നൂർജഹാൻ്റെ ആ ഒരു ലെയിനിലായിട്ട് വന്നു. നമ്മൾ സ്ട്രേറ്റ് പോകുമ്പോൾ സിവിൽ സ്റ്റേഷനിലേക്ക് ആ പോണ സ്ട്രേറ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും ഈ ഒരു പിഷാരഡീസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ വന്ന് കയറി തന്നെ മെയിനായിട്ട് അരവിന്ദിന് സദ്യ കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവൻ നല്ല ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെ വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ച് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു സദ്യ കഴിക്കാൻ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഓണം പറഞ്ഞ ആ ഒരു ഫെസ്റ്റിവൽ അറൈവിങ് സൂൺ. നമ്മുടെ പാലക്കാട് മാത്രമല്ല ലോകമെമ്പാടായിട്ടുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഐറ്റമാണ് ഓണം. അപ്പോൾ ഓണത്തിൻ്റെ കൂടെ മെയിനായിട്ട് വരുന്നത് സദ്യ. അപ്പോൾ ആ സദ്യ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നെങ്കിൽ എല്ലാ കറികളും എല്ലാ ഐറ്റംസും ഈ ഒരു ഇലയിൽ വിളമ്പുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ പോലത്തെ സദ്യ കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹവും പിന്നെ ആ ഒരു മൂഡും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇന്ന് പിഷാരഡീസ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് മെയിനായിട്ട് ഇവരുടെ ഈ ഒരു സദ്യ ട്രൈ ഔട്ട് ചെയ്യണം. അരവിന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു സദ്യ അടിപൊളിയാണ്. അപ്പോൾ ഇവൻ തലേ ദിവസം ഓൾറെഡി ഇവരുടെ സദ്യ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഒരു പ്രാവശ്യം കൂടി എന്നെയും കൂട്ടിയിട്ട് വന്നിട്ട് ഇവരുടെ സദ്യ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം. മെയിനായിട്ട് എല്ലാ ആൾക്കാരും ഓണം പ്രമാണിച്ചിട്ട് എന്തായാലും സദ്യ മേടിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് സദ്യ മേടിക്കണം. നമ്മുടെ പിഷാരഡീസ് റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സദ്യ മേടിക്കാം. അപ്പോൾ ഈ ഒരു ഇലയിൽ എല്ലാ കാര്യങ്ങളും അവർ വിളമ്പുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ പ്രത്യേകത പറഞ്ഞാൽ എനിക്ക് സദ്യയിലെന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റംസ് ഞാൻ നല്ല രീതിയിൽ അവർ കഴിക്കാറുണ്ട്. മെയിനായിട്ട് അവരുടെ കൂട്ടുകറി, പൈനാപ്പിൾ പച്ചടി, പായസം പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അവരുടെ പപ്പടം. അപ്പോൾ ഈ കുറച്ച് ഐറ്റംസാണ് ഞാൻ കൂടുതൽ സദ്യയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ കഴിക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ നക്കി തുടച്ച് കഴിക്കും, അത് വേറെ കാര്യം. പക്ഷേ നല്ല രീതിയിൽ 2-3 ടൈംസ് സെർവിങ് ചോദിച്ചിട്ടായിരിക്കും ഞാൻ ഈ ഒരു കൂട്ടുകറിയും പൈനാപ്പിൾ പച്ചടിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മേടിക്കുക. അപ്പം നമുക്ക് ഈ ഒരു സദ്യയിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് വിളമ്പി ഞാൻ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സദ്യയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവുമെന്ന് മിക്ക മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ പേര് എടുത്ത് പറയണമെന്നൊന്നുമില്ല. മെയിനായിട്ട് ഞാൻ യൂഷ്വലായിട്ട് ചോറ് കഴിക്കുന്നത് ഭയങ്കരമായിട്ട് കുറവാണ്. ഇപ്പോൾ നൗ ഡേയ്സ് ഇപ്പോൾ ചോറും കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ കുറേ രീതിയിൽ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സദ്യയുടെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചോറും കുറച്ച് സാമ്പാറും ഞാൻ ഇലയിലേക്ക് വിളമ്പാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പുതിയതായിട്ട് ഞാൻ കണ്ടത് ഇവർ ഈ ഒരു പൊടി തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഈ ഒരു പൊടി നല്ല രീതിയിൽ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് പിഷാരയുടെ അവരുടെ ആ ഒരു പൊടിയാണത്. പിന്നെ ചോറ്, സാമ്പാർ, പൈനാപ്പിൾ പച്ചടി, ബാക്കികൾ എല്ലാ അവിയൽ, ഓലൻ. അപ്പോൾ ആ ഒരു രീതിയിലത്തെ സദ്യയൊക്കെ നല്ല പെർഫെക്ഷൻ രീതിയിലാണ് അവർ ടേസ്റ്റൊക്കെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരുടെ സദ്യ. അപ്പോൾ ഈ ഒരു സദ്യയിൽ എനിക്ക് ഐറ്റംസൊക്കെ ആ ഒരു നല്ല രീതിയിൽ പ്രസൻറ്റബിൾ നല്ല ടേസ്റ്റി രീതിയിലാണ് എല്ലാം കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ മെയിനായിട്ട് പോകുന്നത് പായസം. യൂഷ്വലായിട്ട് സദ്യ പറഞ്ഞാൽ 2 തരം പായസമാണ്. ഇതിൽ പഴം റിലേറ്റഡ് ആയിട്ടുള്ള പായസവും പിന്നെ പാലട പായസം. ഞാൻ യൂഷ്വലായിട്ട് എപ്പോഴും ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് പാലട പായസമാണ്. ഈ ഒരു പാലട പായസത്തിന് ഇവരുടെ ഈ ഒരു പായസത്തിന് ആ ഒരു തിക്നെസ് എനിക്ക് കൂടുതൽ കിട്ടിയില്ല. ഭയങ്കരമായിട്ടൊരു മിൽക്കി ടെക്സ്ചറായിരുന്നു ഈ ഒരു പായസത്തിൽ. പക്ഷേ എന്നാലും ആ പപ്പടം കൂട്ടി കഴിക്കുമ്പം ആ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ്. യൂഷ്വലായിട്ട് എല്ലാ മലയാളികളും ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് പപ്പടവും പായസവും. ആ ഒരു കോമ്പിനേഷൻ വേറെ ലെവലാണ്. പിന്നെ ഈ ഒരു സദ്യ എന്ന് പറഞ്ഞാൽ 150 രൂപയാണ്. ഇത് പാർസൽ രീതിയിലേക്കാണ് കൊടുക്കുന്നത്. പാർസൽ രീതി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 200 റുപ്പീസ് വരും ഈ ഒരു പാർസൽ രീതിയിൽ അവർ സദ്യ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിഷാരഡീസ് വെജ് റെസ്റ്റോറൻറ്റ് സദ്യ നിങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ എന്നാലും ഓർഡർ ചെയ്തിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. അണ്ടിൽ ദെൻ വിത്ത് ലവ്, വേഷ്ണി ബൈറ്റ്സ്.